ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൈജു നമ്പർ 8 സീസൺ 1-ലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കുക. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് ജിതിൻ ജിത്തു, രണ്ടാമത്തത് ടോമി 777, മൂന്നാമത്തത് അനന്തു, നാലാമത്തത് പെർഫെക്റ്റ് ഗെയിമിംഗ്, അഞ്ചാമത്തത് അഭിനന്ദ് DK, ആറാമത്തത് ബ്രിനോ ബിജു. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സും വിഷമിക്കേണ്ട. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും മീനയുടെയും കാഫ്കയുടെയും ആ പഴയ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് എപ്പോഴൊക്കെ പേടിയാവുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മീന പൊട്ടിച്ചിരിക്കും. കാഫ്ക, നീ ഒരുപാട് മാങ്ക വായിക്കാറുണ്ടല്ലേ? നല്ല രസമുണ്ട്. അത് കേട്ട് കാഫ്ക പറയും, മീന, ഞാൻ ഈ പറഞ്ഞ കാര്യം നീ എന്റെ അമ്മയോടോ നിന്റെ അമ്മയോടോ ഒരിക്കലും പറഞ്ഞു പോരുത്. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇത് അറിയും എന്ന് പറയുന്ന കാഫ്കയോട് മീന പെട്ടെന്ന് താങ്ക്സ് പറയും. കാഫ്ക, നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പ്രസന്റിൽ മീന അവളുടെ ടീമിനോട് പറയും, ആ കൈജുവിനെ ഹോസ്പിറ്റലിനകത്താണ് കണ്ടത്. അത് അവിടെയുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് മുന്നേ നമുക്ക് അതിനെ കൊല്ലണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ യോക്കോഹോമ സിറ്റിയിൽ പുതിയൊരു കൈജു വന്ന കാര്യം അലേർട്ട് വഴിയും ന്യൂസ് വഴിയും എല്ലാ ജനങ്ങളും അറിഞ്ഞു. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ കൈജുവിനെ കണ്ട് പേടിച്ച് വാ പൊളിച്ച് നിൽക്കാണ് ആ വയസ്സായ ആള്. അയാള് നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിക്കാവ കാഫ്കയോട് അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ വേണ്ടി പറയും. പെട്ടെന്ന് കാഫ്ക ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് അവന്റെ കൈജുവിന്റെ വായ വെച്ച് ഒന്ന് ചിരിച്ചു കൊടുക്കും. അത് കാണുന്ന ആ കിഴവൻ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ബോധം കെട്ട് വീണു. അയാൾ എന്തായാലും നിലത്തേക്ക് ബോധം കെട്ട് വീണല്ലോ. അതുകൊണ്ട് അയാളെ സഹായിക്കാൻ വേണ്ടി കാഫ്ക അടുത്തേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ചുമരിൽ തൊട്ടു. പെട്ടെന്ന് ആ ചുമര് മുഴുവൻ പൊട്ടി തകർന്ന് താഴേക്ക് വീണു. ആ ഒരു സൗണ്ട് കേട്ട് ഹോസ്പിറ്റലിലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവര് കാണുന്നത് ഒരു കൈജുവിനെയാണ്. ഇപ്പൊ പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്നത് കാണുന്ന ഇച്ചിക്കാവ കാഫ്കയോട് പറയും, ഡിഫൻസ് ഫോഴ്സ് ഇവിടേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോണം. അത് കേട്ട് കാഫ്ക, അത് ശരിയാണ്, ഞാനിവിടെ നിന്നാ ഈ ഹോസ്പിറ്റലിൽ ഇനിയും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കാഫ്ക പുറത്തേക്ക് ഓടിപ്പോവാൻ വേണ്ടി അവിടെയുള്ള ജനൽ പിടിച്ച് തുറക്കുമ്പോ ആ ജനൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് അതും വലിയ പ്രശ്നമാവും. ഇത്രയൊക്കെ അവന്റെ പുതിയ ബോഡി കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാഫ്ക, എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നേ, എന്റെ ബോഡിക്ക് ഇതെന്തു പറ്റി? പെട്ടെന്ന് ഇച്ചിക്കാവ പുറത്തുള്ള ആൾക്കാരുടെ നിലവിളി കേൾക്കുമ്പോ, സീനിയർ, നമുക്കിവിടെ നിൽക്കാൻ ഇനി അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞ് ആ ജനൽ വഴി തന്നെ ഇച്ചിക്കാവ പുറത്തേക്ക് എടുത്ത് ചാടും. ഉടനെ കാഫ്കയും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് ചാടും. ഇതേ സമയത്ത് കൈജുവിനെ കൊല്ലാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മീനയോട് അവരുടെ കൂടെയുള്ള ഒരു ഓഫീസർ പറയും, കൈജു ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇച്ചിക്കാവ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, സീനിയർ ഒരു കൈജു ആയിട്ട് മാറി, സത്യത്തിൽ അങ്ങേര് കൈജു ആയോ? ഇതിപ്പോ ഒന്ന് കൺഫേം ചെയ്യണല്ലോ എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ പുറകിലേക്ക് തിരിഞ്ഞിട്ട്, ഹേയ് സീനിയർ, ഇത് നിങ്ങൾ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ തിരിഞ്ഞു നോക്കുമ്പോ കാഫ്ക ഒരു പ്രത്യേക രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. സീനിയർ, എന്താണിത്? ഇതെന്തെങ്കിലും പ്രത്യേക മോഡാണോ? അത് കേട്ട് കാഫ്ക, എനിക്കും അത് തന്നെയാണ് അറിയേണ്ടത്, ഇതെന്താ സംഭവം എന്ന് പറയുമ്പോ കാഫ്കയുടെ വായിൽ നിന്ന് ഒരു ജീവി പുറത്തേക്ക് വന്ന് അത് തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്ന് ഒരു പക്ഷിയെ പിടിച്ചു തിന്നും. ഇച്ചിക്കാവ, ഇത് നോക്ക്, ഞാനൊരു ജീവനുള്ള പക്ഷിയെ തിന്നു. സീനിയർ, കാണുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ എന്നിങ്ങനെ ഇച്ചിക്കാവ ചോദിക്കുമ്പോ കാഫ്ക പഴയ രൂപത്തിലേക്ക് മാറി ഇച്ചിക്കാവയോട് പറയും, ഇച്ചിക്കാവ, ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള എന്റെ ഒരേ ഒരു പ്രശ്നം അത് നിങ്ങളാണ്. എടാ ഇച്ചിക്കാവ, അതല്ല, എനിക്കിപ്പോ മൂത്രം ഒഴിക്കണം. ഇല്ല, ഇപ്പൊ പറ്റില്ല, കുറച്ചു നേരം പിടിച്ചു നിൽക്ക്. ഇല്ലടാ, പിടിച്ചു നിൽക്കാനുള്ള സമയമൊന്നുമില്ല, എനിക്ക് ഇപ്പൊ തന്നെ മൂത്രമൊഴിക്കണം. അത് കേട്ട് ഇച്ചിക്കാവ കാഫ്കയുടെ പാർട്ടിൽ നോക്കിയിട്ട്, അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ മൂത്രമൊഴിക്കും? അതിനുള്ള പാർട്ടൊന്നും അവിടെ കാണാനില്ലല്ലോ. പെട്ടെന്ന് കാഫ്ക അവന്റെ നെഞ്ചിന്റെ 2 ഭാഗത്തൂടെ മൂത്രമൊഴിക്കും. എന്നിട്ട് കാഫ്ക, ഇല്ല, എന്നെ ഇനി ആര് കല്യാണം കഴിക്കും? അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാ എന്ന് പറഞ്ഞ് കാഫ്ക കരഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഉരുളും. അത് കാണുന്ന ഇച്ചിക്കാവ പറയും, സീനിയർ, നമുക്ക് അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാം, ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം. നിനക്കത് പറയാം, പക്ഷെ എനിക്ക് അങ്ങനെയാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്കിനി ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ കഴിയോ എന്ന് കാഫ്ക പറയുമ്പോ ഇച്ചിക്കാവ പറയും, ഇല്ല ഇല്ല, നിങ്ങൾക്ക് ഒരിക്കലും ചേരാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അവര് നിങ്ങളെ തേടി നടക്കുകയാണ്. ഇനി നിങ്ങളെങ്ങാനും അവരുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങളെ അവര് തീർത്ത് കളയും. അത് കേൾക്കുന്ന കാഫ്ക അവന്റെ മനസ്സിൽ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒരിക്കലും ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ കഴിയില്ല. എനിക്കിനി എങ്ങനെ എന്റെ ഈ ബോഡി വെച്ച് അവളുടെ കൂടെ എത്താൻ കഴിയും? ഇപ്പൊ ഇച്ചിക്കാവ അവിടെ വെച്ചിരിക്കുന്ന വാർണിംഗ് ബോർഡ് ശ്രദ്ധിക്കും. ഹേയ് സീനിയർ, പെട്ടെന്ന് ഇവിടേക്ക് വാ, ഇതിന്റെ അകത്ത് ഈ ഒരു സമയത്ത് ഇപ്പോ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോവാം. ഇതേ സമയത്ത് കാഫ്കയ്ക്ക് മറ്റെന്തോ ഒരു സൗണ്ട് കേൾക്കും. അവനോട് ഇച്ചിക്കാവ അത് ഡിഫൻസ്
ഡിഫൻസ് ഫോഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് മണ്ണിന്റെ അടിയിൽ നിന്നാണ് വരുന്നത് എന്ന് കാഫ്ക പറയുമ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്നത് ഒരു കൈജു ആയിരുന്നു. ആ കൈജു ഉടനെ നിലം പൊളിച്ചു പുറത്തേക്ക് വന്നു. ഈ ഒരു കാര്യം വണ്ടിയിലുള്ള 3rd ഡിവിഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ കൈജുവിന്റെ അടുത്തേക്ക് രണ്ടാമത്തെ കാറ് പറഞ്ഞേക്ക്, ഇപ്പൊ വന്ന പുതിയ കൈജുവിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാം എന്ന് മീന പറയുമ്പോൾ 2 വണ്ടി തിരിഞ്ഞ് ഓരോരോ കൈജുവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ ഇപ്പൊ കാഫ്കയ്ക്ക് മനസ്സിലായി ആ വന്നത് ഏത് കൈജു ആണെന്ന്. അവൻ ഇച്ചിക്കാവയോട് പറയും, ഈ വന്നത് നമ്മളെ അറ്റാക്ക് ചെയ്ത അതേ കൈജു തന്നെയാണ്. അത് കേട്ട് ഇച്ചിക്കാവ, അതെന്തായാലും നന്നായി, ഇപ്പൊ നിങ്ങളെ പിടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരാവും വരുന്നത്, അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം. ഭാഗ്യത്തിന് അലേർട്ട് നേരത്തെ വന്നതുകൊണ്ട് എല്ലാ ജനങ്ങളും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഇച്ചിക്കാവയും കാഫ്കയും നോ എൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. ഇപ്പൊ ഇവിടെ കൈജു വന്ന സ്ഥലത്ത് ഒരു അമ്മയും കുട്ടിയും ഉണ്ടാവും. കാരണം ആ കുട്ടിയുടെ അമ്മ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ആ കുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ആ അമ്മ ആ കുട്ടിയോട് പറയും, നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. പക്ഷെ അമ്മയില്ലാതെ കുട്ടി പോവില്ല. ഈ ഒരു സമയത്ത് അവിടേക്ക് വന്ന കൈജു ഇവരെ കണ്ടു. ഉടനെ അത് അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടിമാറ്റി ആ കുട്ടിയെ തിന്നാൻ വേണ്ടി അടുത്തെത്തിയതും കാഫ്ക ഒരൊറ്റ പഞ്ചിന് ആ കൈജുവിനെ അടിച്ച് തെറിപ്പിക്കും. കാഫ്ക തന്റെ പവർ കണ്ട് ഇത് അവൻ തന്നെയാണോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ കുട്ടി അവനെ കണ്ട് പേടിക്കും. മോളെ സോറി, നീ എന്നെ കണ്ട് പേടിക്കണ്ട, നിന്നെ ഞാൻ ഇപ്പൊ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞ് കാഫ്ക അവന്റെ ആ പ്രത്യേക ചിരി ഒന്ന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് ആ കുട്ടി കരഞ്ഞ് നിലവിളിക്കും. ഈ ഒരു സമയത്ത് തന്നെ അവിടേക്ക് ഇച്ചിക്കാവ വന്നു. ശേഷം കാഫ്ക ആ കുട്ടിയുടെ അമ്മയെ പുറത്തെടുക്കാൻ വേണ്ടി സഹായിച്ചു. ബോധം കെട്ട് കിടക്കുന്ന തന്റെ അമ്മയെ കാണുമ്പോൾ ആ കുട്ടി കരയുന്നു. അവളോട് ഇച്ചിക്കാവ പറയും, പേടിക്കാനൊന്നുമില്ല, നിന്റെ അമ്മ ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയതാ. ഈ ഒരു സമയത്ത് തന്നെ ആ കൈജു അവിടേക്ക് വന്നു. അതിനെ കാണുന്ന കാഫ്ക, ഇച്ചിക്കാവ നീ അവരെ കൊണ്ട് ഇവിടെ നിന്ന് പോ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ഇച്ചിക്കാവ ചോദിക്കുമ്പോ കാഫ്ക അവന്റെ കൈ ചുരുട്ടി പിടിച്ചിട്ട്, ഞാനിതിനെ കൊല്ലാൻ പോവാണ്. പെട്ടെന്ന് ആ കൈജു കാഫ്കയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ 1 2 3 എന്ന് പറഞ്ഞ് കാഫ്ക കൈജുവിനിട്ട് ഒരൊറ്റ പഞ്ച്. ആ ഒരു കൈജു അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചില്ലാതായി. കൈജുവിന്റെ ചോര മുഴുവൻ ശരീരത്തായി നിൽക്കുന്ന കാഫ്കയെ കാണുമ്പോ ഇച്ചിക്കാവ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഇപ്പൊ കാഫ്ക പറയും, ഇവിടെ ഇപ്പൊ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നീ പെട്ടെന്ന് ആ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ഇപ്പൊ ആ കുട്ടി കാഫ്കയുടെ രൂപം കണ്ട് പേടിച്ച് ഇച്ചിക്കാവയുടെ പുറകിലേക്ക് മാറി നിൽക്കുമ്പോ കാഫ്ക അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ പേടിക്കണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആൾക്കാർ ഇവിടേക്ക് വരും, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് കാഫ്ക അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പോകുമ്പോ മിസ്റ്റർ കൈജു താങ്ക് യു എന്നാ കുട്ടി പറയുമ്പോ കാഫ്കയ്ക്ക് പണ്ട് ചെറുപ്പത്തിൽ മീന അവനോട് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരും. സീനിയർ, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാരും ഇവിടേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇച്ചിക്കാവ, ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഡിഫൻസ് ഫോഴ്സിൽ ചേർന്ന് അവളുടെ കൂടെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് 3rd ഡിവിഷൻ വരുന്നത്. അവിടെ എന്താ നടന്നതെന്ന് അവർക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. എന്നിട്ട് മീന ആ കുട്ടിയോട് ചോദിക്കും, മോളെ നീ കണ്ട കൈജുവിനെ പറ്റി എന്നോട് പറ. അത് കേട്ട ആ കുട്ടിക്ക് കൈജുവിനെ ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. പേടിക്കേണ്ട മോളെ, ഇവിടെയുള്ള എല്ലാ കൈജുവിനെയും തീർച്ചയായിട്ടും ഞാൻ കൊല്ലാം. അത് ശരിയാണോ? പക്ഷേ നിങ്ങൾ ആ നല്ല കൈജുവിനെ കൊല്ലില്ല എന്ന് എനിക്ക് വാക്ക് തരണം, കാരണം അതാണ് എന്നെയും എന്റെ അമ്മയെയും രക്ഷിച്ചത് എന്നാ കുട്ടി പറയുമ്പോ അത് കേട്ട് മീന അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഇത് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അതായത് കാഫ്ക രക്ഷപ്പെട്ടിട്ട് ഇന്നേക്ക് 3 മാസം. ഇപ്പോഴും ന്യൂസിൽ ആ ഒരു കാര്യം തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു പുതിയ കൈജുവിന് അവരിട്ട പേര് കൈജു നമ്പർ 8. ഇപ്പൊ ഓഫീസിലേക്ക് വരുന്ന ഇച്ചിക്കാവ അവിടെ വെച്ചിരിക്കുന്ന ആ ന്യൂസ് കാണും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സംഭവത്തിന് ശേഷം 3 മാസം കഴിഞ്ഞുപോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൈജു ഡിഫൻസ് ഫോഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇപ്പൊ എല്ലാ ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സും നാട് മുഴുവൻ ഈ ഒരു കൈജുവിനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ വിചാരിക്കുന്ന ഇച്ചിക്കാവയോട് അവരുടെ ലീഡർ പറയും, ഇച്ചിക്കാവ, നിനക്കും കാഫ്കയ്ക്കും എന്തോ കത്ത് വന്നിട്ടുണ്ട്. നീ ഇവിടേക്ക് വരുന്നതിന് മുന്നേ കാഫ്ക ജോലിക്ക് പോയി, അതുകൊണ്ട് നീ ഇത് അവന് കൊണ്ടുപോയി കൊടുക്ക്. അത് കേട്ട് ബാക്കിയുള്ളവർ പറയും, അപ്പോ എക്സാം ടൈം ആയല്ലേ? അതെ, കാഫ്ക എല്ലാ വർഷവും ഈ എക്സാം എഴുതാറുണ്ട്, പക്ഷെ ഒരു എക്സാമിന് പോലും അവൻ പാസ്സായിട്ടില്ല. ശേഷം ഇച്ചിക്കാവ അവന് വന്ന ലെറ്റർ നോക്കുമ്പോ അവന്റെ ആദ്യത്തെ എക്സാം അവൻ പാസ്സായി. അപ്പൊ ഇച്ചിക്കാവയോട് ടോക്ക് ചോദിക്കും, എന്നാ കാഫ്കയുടെ ലെറ്റർ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ? ഏയ് വേണ്ട, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞ ഇച്ചിക്കാവ കാഫ്കയ്ക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോ അവൻ ആ ലെറ്റർ പകുതിക്ക് വെച്ച് തുറന്നു നോക്കി. അതിൽ എഴുതിയത് കണ്ട് ഇച്ചിക്കാവ പെട്ടെന്ന് കാഫ്കയുടെ അടുത്തേക്ക് ഓടിപ്പോകും. അത് കണ്ട് അവിടെയുള്ള ആൾക്കാര് കണ്ടിട്ട് തോന്നുന്നത് ഇപ്രാവശ്യം അവൻ പാസ്സായിട്ടുണ്ടാവും, പക്ഷേ ഇതാണ് അവന്റെ ലാസ്റ്റ് ചാൻസ് അല്ലേ? ഇപ്രാവശ്യമെങ്കിലും അവനൊന്ന് സെലക്ട് ചെയ്യാൻ മതിയായിരുന്നു. നിങ്ങൾക്കറിയോ, അവൻ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കാഫ്കയുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഇച്ചിക്കാവ, സീനിയർ, നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് പാസ്സായി എന്ന് ഇച്ചിക്കാവ പറയുമ്പോ കാഫ്ക കൈജുവിന്റെ രൂപത്തിലിരുന്ന് ഫുഡ് തിന്നോണ്ടിരിക്കാവും. അത് കണ്ട് ഇച്ചിക്കാവ കാഫ്കയെ ചാടി ചവിട്ടും. നിങ്ങൾ എന്തിനാ ഇത് പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നേ? ആദ്യം നിങ്ങളൊന്ന് പോയി നിങ്ങളെ മുഖം കണ്ണാടിയിൽ നോക്ക്. എന്താടാ നീ പറയുന്നേ? ഞാൻ പോലും അറിയാതെയാണല്ലോ ഞാൻ ഇങ്ങനെ ആയി മാറുന്നത്. ഞാൻ എപ്പോഴും ഓരോ പ്രാവശ്യം ഈ രൂപത്തിലേക്ക് മാറും എന്ന് പറഞ്ഞ് കാഫ്ക അവന്റെ മുഖം തുടയ്ക്കുമ്പോ അവൻ പഴയ പോലെ ആവുന്നുണ്ട്. പക്ഷെ കൈജുവിന്റെ വായ മാത്രം മാറുന്നില്ല. അത് കാണുമ്പോ ഇച്ചിക്കാവ വീണ്ടും അവനെ ചീത്ത പറയും.
ഓഫീസിൽ വെച്ച് ന്യൂസിൽ നിങ്ങളെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ എപ്പോഴും ശ്രദ്ധിക്കണം. അന്ന് ഞാനും സീനിയറും പറഞ്ഞത് റൂമിലേക്ക് കൈജു വന്നപ്പോ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഓടിയെന്നാണ്. അത് കേട്ട് അവിടെയുള്ള എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. എന്നിങ്ങനെ അന്ന് നടന്ന കാര്യം ആലോചിക്കുന്ന ഇച്ചിക്കാവ കാഫ്കയ്ക്ക് അവന്റെ കത്ത് കൊടുക്കും. ഇത് കലക്കി എങ്ങനെയൊക്കെയോ ഫസ്റ്റ് റൗണ്ട് പാസ്സായി എന്ന് കാഫ്ക വളരെ കൂളായിട്ട് പറയുമ്പോ ഇച്ചിക്കാവ ചോദിക്കും, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത് കണ്ട് നല്ലതുപോലെ സന്തോഷിക്കുമെന്ന്. അത് കേട്ട് കാഫ്ക, ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ എപ്പോഴും വിജയിക്കാറുണ്ട്, പക്ഷെ സെക്കൻഡ് റൗണ്ടിലാണ് ഞാൻ തോറ്റു പോവാറ്. എന്നാ ശരി, ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഈ കൈജുവിന്റെ ബോഡി വെച്ച് നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാനാണോ തീരുമാനിക്കുന്നത്? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് കാഫ്ക ഇച്ചിക്കാവയോട് കൈജുവിന്റെ വായ കൊണ്ട് പറയും. അത് കണ്ട് ഇച്ചിക്കാവ, നിങ്ങൾ വീണ്ടും ആ രൂപത്തിലേക്ക് മാറിയോ? ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു എക്സാം എഴുതാനേ ഉള്ളൂ, പക്ഷെ സെക്കൻഡ് റൗണ്ട് അങ്ങനെയല്ല. നമുക്ക് ചുറ്റും ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടാവും. നിങ്ങളെങ്ങാനും കൈജു ആണെന്നറിഞ്ഞ അവിടെ വെച്ച് അവര് നിങ്ങളെ തട്ടും. അത് കേട്ട് കാഫ്ക, നീ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പഴയ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല. ഈ ഒരു വർഷം എനിക്ക് 32 വയസ്സാവും. ഇതാണ് എന്റെ ലാസ്റ്റ് ചാൻസ്. അത് കേൾക്കുന്ന ഇച്ചിക്കാവ് പറയും, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും സീനിയർ. ഇനി അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി അത് ഒഴിവാക്കി വരില്ല. കാരണം ഈ ഒരു എക്സാം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എഴുതുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ എതിരാളിയാണ്. ശേഷം കാഫ്ക അവന്റെ കയ്യിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവനത് കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ കൈജുവിന്റെ രൂപത്തിലേക്ക് മാറി ആ ബോട്ടിൽ തന്നെ പൊട്ടിച്ചു കളയും. അത് കണ്ട് ഇച്ചിക്കാവ് പറയും, നിങ്ങൾ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ എക്സാം അങ്ങ് മറന്നേക്ക്. അത് കേട്ട് കാഫ്ക പെട്ടെന്ന് ഇച്ചിക്കാവയുടെ കാലിലേക്ക് കയറി പിടിച്ചു. എടാ എന്നെ വിട്ട് പോവല്ലടാ, എന്നെ വിട്ട് പോവല്ലേ. എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും ഞാനിത് ശരിയാക്കിക്കോളാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആൾക്കാർ ഇവിടേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് മാറാൻ നോക്ക് എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ അവിടെ നിന്ന് പോയി. ഇപ്പൊ കാഫ്ക പറയും, ഇനി അവനെങ്ങാനും ജയിച്ച് ഞാനെങ്ങാനും തോറ്റുപോയാൽ ഞാൻ അവന്റെ സീനിയർ ആണെന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കാഫ്ക അവന്റെ പഴയ രൂപത്തിലേക്ക് മാറി. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രാവശ്യം പാസ്സാവണം. ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. സെക്കൻഡ് റൗണ്ടിന്റെ എക്സാമിന് വേണ്ടി ഡിഫൻസ് ഫോഴ്സിന്റെ ടച്ചിക്കാവ ബേസിലേക്ക് കാഫ്കയും ഇച്ചിക്കാവയും എത്തി. ആ ഒരു സ്ഥലം കാണുമ്പോൾ ഇച്ചിക്കാവ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഒരു പ്രാവശ്യം ഞാൻ കുമാഗയ ബേസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാളും വലുതാണ്. അതിന് കാരണം ഇവിടെ സെൽഫ് ഡിഫൻസ് ഓഫീസേഴ്സും ഉണ്ട്. വെസ്റ്റേൺ ടോക്കിയോയില് എന്ത് സംഭവിച്ചാലും ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ആ പ്രശ്നം പോയി തീർക്കും എന്ന് കാഫ്ക പറയുമ്പോ ഇച്ചിക്കാവ പറയും, നിങ്ങൾ എങ്ങാനും ഇവിടെ വെച്ച് കൈജുവായിട്ട് മാറിയാൽ നിമിഷങ്ങൾ കൊണ്ട് ഇവര് നിങ്ങളെ കൊന്നുകളയും. നമ്മളിങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല, വാ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് കാഫ്ക പറയുമ്പോ അവന്റെ പുറകിൽ നിന്ന്, ഡോ കിളവാ ഇങ്ങോട്ട് നോക്ക്, എത്ര നേരമായി നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മഞ്ഞ മുടിയുള്ള പെണ്ണ് കാഫ്കയെ വിളിക്കുമ്പോ, എന്ത് കിഴവനോ? ഡി പെണ്ണേ, ഞാനൊരു കിഴവനല്ല, എനിക്ക് വെറും 32 വയസ്സേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കിളവാന്ന് വിളിച്ച. ഇനി ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഈ കാണുന്ന പെട്ടിക്കൂട് പോലെയുള്ള വണ്ടി നിങ്ങളുടേതല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടുന്ന് മാറ്റിയാലേ എനിക്ക് എന്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റൂ. അത് കേട്ട് കാഫ്ക, എടി ചെള്ളു പെണ്ണെ, നിനക്ക് പാർക്ക് ചെയ്യാൻ ഇവിടെ എത്ര അധികം സ്ഥലമുണ്ട്, നിനക്ക് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തൂടെ? അതിനാ പെണ്ണ്, പറ്റില്ല, എനിക്ക് എന്റെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്യണം. കാരണം ഇന്നത്തെ എന്റെ ലക്കി നമ്പർ 55 ആണ്. എന്ത് ലക്കി നമ്പറോ? ഡി മര്യാദ ഇല്ലാത്ത പെണ്ണെ, നീ എന്റെ അടുത്തേക്ക് വാ, നിനക്ക് ഞാൻ മര്യാദ എന്താണെന്ന് പഠിപ്പിച്ചു തരാം. ഓ അങ്ങനെയാണോ? എന്നാ ശരി, ഞാൻ തന്നെ ഇത് നീക്കിക്കോളാം എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ ഡ്രസ്സ് അഴിക്കും. അതിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ സൂട്ട് ഉണ്ട്. എന്നിട്ട് അവൾ അവളുടെ ഒറ്റ കൈകൊണ്ട് അവരുടെ വണ്ടി ഒരു കല്ലെടുക്കുന്നത് പോലെ എടുത്ത് തൊട്ടപ്പുറത്തേക്ക് വലിച്ചെറിയും. അത് കണ്ട് ഇച്ചിക്കാവ, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയും, എക്സാമിനി നമ്പർ 2016 കിക്കോറു ഷിനോമിയ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൈജുവിനെ കൊല്ലുന്നതാണ്. അത് നിങ്ങൾ മറക്കണ്ട. അതൊക്കെ ഇരിക്കട്ടെ, ഡോ കിളവാ, നിങ്ങൾക്കറിയോ നിങ്ങളെ ഒരു കൈജുവിന്റെ മണമുണ്ട് എന്ന് ഷിനോമിയ പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, കിക്കോറു ഷിനോമിയയുടെ ലക്കി നമ്പർ എത്രയാണ്? അത് എത്രയാണ് നമ്പർ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.